ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചെവിയുടെ ഷെയ്ഡിങ്സും അതുപോലെ തന്നെ കവിൾ ഭാഗത്തിൻ്റെ ഷെയ്ഡിങ്സും പിന്നെ ചുണ്ടിൻ്റെ ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാം. ബാക്കി ഇത് നമ്മളെ ലാസ്റ്റ് പാർട്ടാണ്. ഞാൻ ഓൾറെഡി എൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡ്രോയിങ് ചെയ്യാം, ഔട്ട്ലൈൻ എങ്ങനെ ഇടാം, അതിനുശേഷം ഞാനിവിടെ മുടി എങ്ങനെ വരയ്ക്കാം എന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പാർട്ടിൽ ഞാൻ കണ്ണ് എങ്ങനെ വരയ്ക്കാം എന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് സ്കിൻ ഷെയ്ഡിങ് ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കവിളിൻ്റെ ഭാഗം എങ്ങനെ ഷെയ്ഡിങ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഇവിടെ ഓറഞ്ച് ലൈറ്റ് കളേഴ്സ് ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യുന്നു. അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് വെച്ചാൽ നമ്മൾ ക്രോസിങ് ഹാച്ചിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. നമ്മൾ ഒരു ഡയറക്ഷൻ നമ്മൾ ഷെയ്ഡിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിൻ്റെ ക്രോസിങ് ഡയറക്ഷൻ കൊടുക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മളെ പേപ്പർ ഫുൾ കവർ ആവും, നമ്മളെ പെൻസിൽസ് എവിടെയും നമ്മൾ വിട്ടുപോകില്ല. അപ്പോൾ നമ്മൾ ഒരു സ്മൂത്ത്നെസ് ബ്ലെൻഡിങ് കിട്ടും. ഇതിനാലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെയൊക്കെ ഷെയ്ഡിങ്സ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പേപ്പർ എന്ന് വെച്ചാൽ 200 GSM എന്ന ഐവറി ചാർട്ടാണ്. ഒന്നുകൂടി പറയാം, 200 GSM വരുന്ന ഐവറി പേപ്പർ. നമുക്കിത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ആർട്ട് സ്റ്റേഷനറി ഷോപ്പുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് നോർമൽ ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കൂട്ടുകാർക്കും ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്മൂത്ത്നെസ് ഉള്ള ഒരു പേപ്പറാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ പേപ്പർ കൂടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ എന്ന് വെച്ചാൽ കാംലിൻ എന്ന ബ്രാൻഡിൻ്റെ 200 റുപ്പീസ് വരുന്ന ഒരു സാധാരണ കളർ പെൻസിലാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു നോർമൽ ബജറ്റിൽ വരുന്ന ഒരു കളർ പെൻസിൽ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡിങ്സ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഞാനിവിടെ കാതിലിൻ്റെയൊക്കെ ഷെയ്ഡിങ്സ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ യെല്ലോ കൊടുത്തു, അതിനുശേഷം ഒരു ഓറഞ്ച് കളേഴ്സ് ഒരു സൈഡിലേക്ക് ഞാൻ കൊടുത്തു. പിന്നെ ഞാനിവിടെ ഡീറ്റെയിലിംഗ് ഞാനിവിടെ ബ്രൗൺ കളർ വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ ചുണ്ടിൻ്റെ മുകൾ ഭാഗം ഞാനിവിടെ ചെയ്യുകയാണ് ലൈറ്റ് കളേഴ്സ് വെച്ചിട്ട്. ഞാനിവിടെ ഫസ്റ്റ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത്, ക്രോസിങ് ഹാച്ചിങ് മെത്തേഡ്. നിങ്ങൾ എപ്പോഴും മറക്കാൻ പാടില്ല. ക്രോസിങ് ഹാച്ചിങ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത്നെസ് അധികമായിട്ട് കിട്ടും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാണ്, കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. നിങ്ങളെ ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാനിവിടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ എന്തായാലും ചോദിക്കണം. നിങ്ങൾക്കൊരു ക്ലാസ് ആയിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഏകദേശം ഞാനിവിടെ താടിയിലെ ഭാഗം ഞാനിവിടെ ഷെയ്ഡിങ് ചെയ്യാണ്. ചുണ്ടിൻ്റെ താഴ്ഭാഗത്തുള്ള ഭാഗം സെയിം പ്രോസസ്സാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ഓറഞ്ച് കളർ ലൈറ്റ് കളർ വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത്, എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത്, നമ്മൾ റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് ശ്രദ്ധയോടെ നമ്മൾ പതുക്കെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്, ഷെയ്ഡിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ധൃതി വെക്കാൻ പാടില്ല. നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ധൃതി വെക്കാൻ പാടില്ല. വളരെ സാവധാനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് നമ്മളെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, എങ്ങനെ ഇത്ര അടിപൊളി ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക് കൂടെ, അങ്ങനത്തെ ഒരു ഫീലിങ്സ് കിട്ടും. അപ്പോൾ തന്നെ നമ്മളെ ഡ്രോയിങ് സക്സസ് ആണ്. പിന്നെ ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കുക, നോക്കി വരയ്ക്കുക. ഞാൻ എങ്ങനെയൊക്കെ ഷെയ്ഡിങ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എവിടെയാണോ നിങ്ങൾക്ക് അവിടെ ബോറടിക്കുന്നത് അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് ഇപ്പോൾ വരക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടി തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ഞങ്ങൾ ചുണ്ടിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. ചുണ്ടിൻ്റെ ഭാഗം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ പിങ്ക് കളർ യൂസ് ചെയ്യുന്നു. പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ വളരെ ലൈറ്റായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത്. നമ്മൾ റെഫറൻസ് പിക്ചറിൽ എവിടേക്കാണ് ഡാർക്ക്നെസ് ഉള്ളത്, എവിടേക്കാണ് ലൈറ്റ്നെസ് ഉള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളിവിടെ ചെയ്യാൻ. സെയിം പ്രോസസ്സ് ഞാൻ ചെയ്തു. രണ്ടാമത് ഞാനിവിടെ റെഡ് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഡാർക്ക്നെസ് ഏരിയ എവിടെയാണെന്ന് ഞാൻ നോക്കിയിട്ട് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റായിട്ട് ഞാനിവിടെ ബ്രൗൺ കളർ വെച്ചിട്ട് ഞാൻ ഒരു ഹൈലൈറ്റ്സ് കൊടുക്കുന്നു 4 സൈഡിലും.
പിന്നെ ലാസ്റ്റ് ആ ചുണ്ടിൻ്റെ ഭാഗത്ത് നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡിങ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ബ്ലാക്ക് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ താഴത്തെ ചുണ്ടും നമ്മൾ സെയിം ആയിട്ട് പിങ്ക് കളർ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കേണ്ടതുണ്ട്. പിങ്ക് കളർ ഫസ്റ്റ് ലെയർ കൊടുക്കുക, വളരെ ലൈറ്റായിട്ട് കൊടുക്കുക. പിന്നെ ഡീറ്റെയിലിംഗ് എവിടേക്കാണോ, ഹൈലൈറ്റ്സ് എവിടേക്കാണോ വരുന്നത് അത് നമ്മൾ നോക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക, എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത് നോക്കിയിട്ട്. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് പിങ്ക് കളർ കുറച്ചുകൂടി ഡാർക്ക് കൊടുക്കുക, കുറച്ച് പ്രഷർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. എപ്പോഴും നമ്മൾ അതിൻ്റെ ഫോട്ടോയുടെ റെഫറൻസ് എങ്ങനെയൊക്കെയാണുള്ളത് നോക്കിയിട്ട് മാത്രം നമ്മൾ ഷെയ്ഡിങ് ചെയ്യുക. ഇല്ലാണ്ട് പെട്ടെന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫിനിഷിങ് വർക്ക് കിട്ടില്ല. അപ്പോൾ എവിടേക്കാണ് ഹൈലൈറ്റ്സ് ഉള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി ആ ഏരിയയൊക്കെ വിട്ട് എവിടേക്കാണ് ഡാർക്ക്നെസ് ഉള്ളത് നോക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് വരുന്നതായിരിക്കും. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ചുണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കണ്ട് തന്നെ നമുക്ക് 200 രൂപയുടെ ഒരു പെൻസിൽ വെച്ചിട്ട് വരച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല അല്ലേ? അങ്ങനെ പക്ഷേ നമുക്ക് വരക്കാൻ പറ്റും. പക്ഷേ നമ്മൾ അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എടുത്ത് വരക്കണം, അതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ താഴ്ഭാഗത്ത് ഷെയ്ഡിങ്സ് കൊടുക്കുകയാണ്. ഡാർക്ക്നെസ് ഏരിയ ഞാൻ ഇവിടെ ഫില്ലപ്പ് ചെയ്യുകയാണ്.